ഗുഡ് മോർണിംഗ് യൂട്യൂബ് ആൻഡ് വെൽക്കം ടു മോഡസി ഡ്രൈവ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത പൾസർ 220 കുറിച്ച് എന്താണ് അഭിപ്രായം? പൾസർ 220 കുറിച്ച് എനിക്ക് ലേറ്റസ്റ്റ് മോഡൽസ് ഒന്നും അറിയത്തില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 2011 മോഡൽ 220 ആയിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ഓണറിൽ മേടിച്ചാണ്. ഞാനത് ഫസ്റ്റ് ഓണർ. അപ്പം അത് ഉപയോഗിച്ചതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൾസർ 220 റിലയബിൾ ആണെന്ന് വെച്ചാൽ റിലയബിൾ ആണ്. പിന്നെ ഫസ്റ്റ് എൻ്റെ ഇനിഷ്യൽ ബാച്ച് ആയതുകൊണ്ട് ഞങ്ങളുടെ ഏരിയയിൽ ആദ്യത്തെ 220 ആയിരുന്നു ഞങ്ങളുടെ. അങ്ങനെ ഇനിഷ്യൽ ബാച്ച് ആയതുകൊണ്ട് അതിന് കുറച്ച് ക്വാളിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊഴിച്ച് വെച്ചാൽ 220 ഓൾമോസ്റ്റ് റിലയബിൾ ആണ്. 220 കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളന്ന് കരീസ്മയും R15 ഒക്കെ വാഴുന്ന കാലത്ത് ഏറ്റവും നല്ല പവർ ടു വെയിറ്റ് റേഷ്യോ കൊണ്ടുവന്ന ബൈക്കായിരുന്നു. അല്ലെങ്കിൽ ബാക്ക് ടു ബക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഏറ്റവും പ്രാവർത്തികമായിട്ട് വന്നൊരു ബൈക്കായിരുന്നു 220. 21 bhp പവറും 140 കിലോമീറ്റർ ടോപ്പ് സ്പീഡുമായിട്ട് വന്നൊരു ബൈക്കാണ് 220F. അതിന് മുമ്പ് ഒരു മോഡൽ വന്നിട്ടുണ്ട് 220Fi. അത് ഒരിക്കലും ആരും എടുക്കില്ല, വെറുതെ കിട്ടിയാൽ പോലും എടുക്കില്ല. അതിന് ഫുള്ള് ഡെൽഫിയുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഡെൽഫിയുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് അതിന് നമ്മുടെ ഇവിടുത്തെ നാട്ടിലുള്ള പെട്രോളൊന്നും ടോളറേറ്റ് ചെയ്യത്തില്ല. പെട്ടെന്ന് ഇഞ്ചക്ടർ അടിച്ചു പോകുന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് മോഡലിൽ. സോ രണ്ടാമത് വന്ന 220F നല്ലതായിരുന്നു. 28 എനിക്കൊന്ന് വെഞ്ചൂരിൽ 28 സൈസുള്ള കാർബറേറ്റർ ഒക്കെ വെച്ചിട്ടാണ് വന്നത്. അന്നത്തെ ഏറ്റവും വലിയ കാർബറേറ്റർ 28 ആണോ എനിക്കത് കറക്റ്റ് കിട്ടുന്നില്ല. എന്തായാലും അന്ന് കിട്ടാവുന്ന ബുള്ളറ്റിനേക്കാളും വലിയ കാർബറേറ്ററിലാണ് 220F വന്നത്. സോ അതിൻ്റെ പെർഫോമൻസ് പ്രകടമായ മാറ്റം അതിനകത്തുണ്ടായിരുന്നു. സോ 220 കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് 220 എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലോട്ട് വരാം. 220 എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റസ്റ്റ് ഇഷ്യൂസ് എന്തായാലും കാണും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ടാങ്കിന്റെ സൈഡിലുള്ള ടാങ്കിന്റെ റീസസിലൊക്കെ നല്ലവണ്ണം തുരുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ബൈക്ക് എടുക്കുമ്പോഴത്തേക്കും ആദ്യമേ ടാങ്കിന്റെ നമ്മുടെ രണ്ടാമത്തെ ഫസ്റ്റ് സീറ്റ് ഉണ്ട്, ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ്, ആ സീറ്റ് ഊരിയിട്ട് അതിനകത്ത് തുരുമ്പുണ്ടോ നല്ലവണ്ണം നോക്കാൻ. കാരണം അതിനവിടെ വെള്ളം തട്ടി നിന്നിട്ട് തുരുമ്പടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ തുരുമ്പടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വല്ലാതെ വരും. കാരണം തണുത്തിരിക്കുന്ന സമയമാണെങ്കിൽ പാൻറ് മൊത്തം ഒരു പെട്രോളിൻ്റെ സ്മെല്ലായിരിക്കും. എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ പെട്രോളിൻ്റെ സ്മെല്ല് മൊത്തത്തിൽ കാണും. അതൊരു വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഞാൻ ബജാജ് 220 എടുത്തപ്പോൾ തൊട്ട് ഷോറൂമിലൊക്കെ കയറി ഇറങ്ങി പട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ് 220 ബാക്കിലെ ഷോക്ക് ഒരു 6-7 മാസമായപ്പോൾ തൊട്ട് ഒരുമാതിരി സാഗി ആവുന്ന തുടങ്ങി. സാഗി ആയെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരെ ഇട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ വണ്ടി ഇങ്ങനെ കിടന്ന് ബോട്ടം ഔപ്പ് ചെയ്ത് ഒരുമാതിരി വള്ളം പോകുന്ന പോലെയാണ് പോകുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ അവർ നൈട്രോക്സ് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നായിരുന്നു. അങ്ങനെ എന്തായാലും വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സസ്പെൻഷൻ നല്ലവണ്ണം സാഗി ആയതുകൊണ്ട് പിന്നീട് എനിക്കത് കാശ് കൊടുത്ത് മാറേണ്ടി വന്നു. വലിയ വിലയൊന്നുമില്ല സംഭവത്തിന്, പക്ഷേ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു സസ്പെൻഷനാണ് 220 ബാക്കിലത്തെ നൈട്രോക്സ് എന്നുള്ള സസ്പെൻഷൻ. എൻഡ്യൂറൻസ് സസ്പെൻഷനാണ്. അത് തീരെ ക്വാളിറ്റി ലോക്കൽ ക്വാളിറ്റി സാധനമാണെന്ന് തന്നെ പറയണം. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ബാച്ചാണ്, എൻ്റെ 2011 മോഡലാണ്. പിന്നീടുള്ള ബാച്ചിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും സസ്പെൻഷൻ എന്തായാലും മാറേണ്ടതായിട്ട് വരും, അത് മനസ്സിൽ വെച്ചോണം. വലിയ വിലയൊന്നുമില്ല. എനിക്ക് അന്ന് മാറിയപ്പോൾ 2000 രൂപയോ 2500 രൂപയ്ക്കാണ് 2 സസ്പെൻഷൻ കിട്ടിയത്. ആ റേറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. കറക്റ്റ് എനിക്കറിയത്തില്ല, കുറേ വർഷമായതുകൊണ്ട് മറന്നുപോയി. എങ്കിലും സസ്പെൻഷൻ്റെ പണി നമ്മൾ വിചാരിച്ചോണം. പിന്നെ മൂന്നാമത്തെ പണിയാണെങ്കിൽ നിങ്ങൾ 5-6 വർഷം കഴിഞ്ഞ വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വയറിംഗ് കിറ്റ് നല്ലോണം നോക്കണം. വയറിംഗ് കിറ്റ് പോയിട്ടുണ്ടായിരിക്കുന്നുള്ള കാര്യം 101% ഉറപ്പാണ്. കാരണം വയറിംഗ് കിറ്റ്, ബജാജിൻ്റെ വയറിംഗ് കിറ്റ് ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞൊരു വയറിംഗ് കിറ്റ് ആയതുകൊണ്ട് കുറേ കഴിയുമ്പോഴത്തേക്കും വയറിംഗ് കിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് വയറിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി പോയിട്ട് ആ ഒരു മിനുസം ഉണ്ട്, പുതിയൊരു വയറിൻ്റെ മിനുസം പോയിട്ട് ഒരുമാതിരി ദ്രവിച്ച് വരുന്ന പോലെയൊക്കെ പല ഭാഗങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ സംഭവം 220 വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വയറിംഗ് കിറ്റ് നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ വയറിംഗ് കിറ്റ് ഫുള്ളായിട്ട് മാറേണ്ടി വരും. അത് അത്യാവശ്യം പൈസ ചിലവുള്ള പരിപാടിയാണ്. ചെറിയ വിലയെന്നും പറഞ്ഞ് എടുത്തു വെച്ചിട്ട് ലാസ്റ്റ് വയറിംഗ് കിറ്റ് എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ എൻ്റെ വണ്ടിയുടെ കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി പകലൊന്നും കുഴപ്പമില്ല, നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടി ഓണാകത്തില്ല, അവിടെ അങ്ങനെ നിന്ന് പോകും. കാരണം ഈ DTSI ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഇതൊക്കെ വരുന്നുണ്ട്, സ്പാർക്ക് പ്ലഗ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കുറേ കഴിയുമ്പോൾ കാലപ്പഴക്കം വരുമ്പോഴത്തേക്കും ഒരു റിലയബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. സോ വയറിംഗ് കിറ്റ് നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് തന്നെ മേടിക്കണം. പിന്നെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്ന എഞ്ചിൻ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം 220 ആയതുകൊണ്ട് പൾസർ ബജാജിൻ്റെ വണ്ടി ആയതുകൊണ്ട് ഞാൻ ആർക്കും കൈമാറി വണ്ടി ഓടിക്കാത്തത് കൊണ്ടും എനിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഞാൻ 55,000 കിലോമീറ്ററാണ് ആ വണ്ടി കൊടുക്കുന്നത്. 55,000 കിലോമീറ്റർ വരെയും സ്മോക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ക്ലച്ചിന് ഒന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. ആകെപ്പാട് എനിക്ക് വന്നിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി ലാസ്റ്റ് സ്റ്റേജ്, അതായത് ഞാനൊരു 6-8-9 വർഷം ഉപയോഗിച്ചു. 9ാമത്തെ വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയൊരു മഴ കണ്ടാൽ ചിലപ്പോൾ വണ്ടി ഓണാകത്തില്ല, അങ്ങനെ ഇരുന്ന് പോകും. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ 220 ബജാജിൻ്റെ അക്കാലത്തെ എല്ലാ ബൈക്കിൻ്റെയും പറയുന്ന പോലെ പെട്ടെന്നൊരു ബൈക്കിനൊരു നമുക്കൊരു പ്രായം പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഒരു കരീസ്മയും 220 കൂടെ നോക്കുകയാണെങ്കിൽ കരീസ്മ ഒരിക്കലും ഏജ് ആവത്തില്ല. കരീസ്മ നമ്മളെ ഓരോ പാർട്സിനും ആ ഒരു ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. കരീസ്മ ഒരിക്കലും ഏജ് ആവാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഹോണ്ടയുടെ ബൈക്കിൽ പ്രത്യേകിച്ച്. പക്ഷേ ബജാജിൻ്റെ ബൈക്കിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല, നല്ലവണ്ണം ഏജ് പറയും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു 10 വർഷം പഴക്കമുള്ള ബൈക്കാണ്, 10 വർഷമുള്ള ബൈക്കാണ് അത് ഓടിക്കുന്നതെന്ന് നമുക്ക് നല്ലവണ്ണം മനസ്സിലാവും. കാരണം അതുപോലെ അതിനകത്ത് ഓരോ പാർട്സിനും ആ ഒരു
ഏജ് അറിഞ്ഞു തുടങ്ങും, അല്ലെങ്കിൽ ഒരു സ്ഥിരതക്കുറവ്, അല്ലെ വണ്ടിക്കൊരു പഴയ വണ്ടിയാണ് ഓടിക്കുന്ന ഒരു ഫീല് കിട്ടി തുടങ്ങും. അത് എന്തായാലും ബജാജ് വണ്ടികൾക്കുണ്ട്. പക്ഷേ ഇതിനെ മൊത്തത്തിൽ മറിച്ചൊരു വണ്ടിയായിരുന്നു 200NS. 200NS പഴയത് ഓടിച്ചിട്ടും വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ജാപ്പനീസ് ബൈക്കിന്റെ ഒരു ഉറപ്പുണ്ട്, സ്ഥിരതയുണ്ടല്ലോ, അതെന്തായാലും 200NSന് കിട്ടിയിട്ടുണ്ട്. സോ ഒരു പഴമ കാണും, അല്ലെ അത്ര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ബൈക്കായിരിക്കും. ഷോറൂം സർവീസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബജാജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷോറൂം സർവീസിന്റെ കാര്യത്തിൽ പറയുമ്പോൾ സ്പെയർ ഭയങ്കര ചീപ്പായിരിക്കും. പക്ഷേ ഷോറൂമിൽ കൊടുത്ത് നമ്മൾ പണിയാൻ പോയിട്ടുണ്ടെങ്കിൽ ലേബർ ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയാണ് ബജാജിന്റെ സർവീസ് വരുന്നത്. സോ ഷോറൂം സർവീസ് എക്സ്പെൻസീവ് സൈഡ് തന്നെയാണ്. അവന്മാർ സ്പെയറിൽ നമുക്ക് കുറച്ച് തരുന്ന പൈസ എല്ലാം കൂടെ ലേബറിൽ കൂട്ടി അങ്ങ് വെക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏകദേശം കരീസ്മയുടെയൊക്കെ റേഞ്ച് തന്നെ സർവീസ് കോസ്റ്റ് വരും, ഹീറോ ഹോണ്ടയുടെയൊക്കെ റേഞ്ച് തന്നെ സർവീസ് കോസ്റ്റ് വരും. അതിൽ വലിയ കാര്യമൊന്നും. പിന്നെ എയർ ഫിൽറ്റർ പറയാനായിട്ട് പ്രത്യേകിച്ച് പറയണം. ആ കാലത്തുള്ള എല്ലാ 200ന്റെയും നമ്മുടെ 220യുടെയും എയർ ഫിൽറ്റർ മറ്റേ ഇതാണ്, ഫോം ടൈപ്പാണ്. ഫോം ടൈപ്പ് എയർ ഫിൽറ്റർ ആയതുകൊണ്ട് കറക്റ്റ് ടൈമിന് എയർ ഫിൽറ്റർ മാറിയില്ലെങ്കിൽ പൊടിഞ്ഞകത്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കും നല്ലതായിട്ട്, നല്ല കോഷ്യസ് ആയിട്ട് സർവീസ് ചെയ്ത ഒരാളാണെങ്കിൽ നമ്മൾ വണ്ടി ഒന്നും നോക്കാതെ ഓടിക്കും. പക്ഷെ വണ്ടി ഓടിച്ചിട്ട് ഈ ഫോം ഫിൽറ്റർ പൊടിഞ്ഞ് അകത്തിരുന്ന് പോകും. അങ്ങനെ ഇരുന്ന് കുറെ ഓടിയ വണ്ടിയാണെങ്കിൽ എഞ്ചിൻ പണി ഉറപ്പാണ്. കാരണം എഞ്ചിനകത്തോട്ടുള്ള പൊടിയെല്ലാം കൂടെ കയറി എഞ്ചിൻ പണി വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് സർവീസ് നിഗിൾസ് ഒക്കെയാണ് ഈ വണ്ടിക്കുള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ ഒരു അറിവിൽ 1 ലക്ഷത്തിന് പുറത്തൊക്കെ സുഖമായിട്ട് ഓടിച്ചവന്മാരുണ്ട് 220. ഈ പറഞ്ഞ കംപ്ലൈൻസുകൾ ഒഴിച്ചാൽ വേറെ 220ക്ക് കംപ്ലൈൻസ് ഒന്നുമില്ല. ഈ പറഞ്ഞ കംപ്ലൈൻസ് 220യുടെ മാത്രമായിട്ടുള്ള എല്ലാം ബജാജിന്റെ കംപ്ലൈൻസ് ആണ്. പിന്നെ ബാക്ക് ബ്രേക്ക് എൻ്റെ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയപ്പോൾ ഒരു 8 വർഷം ആയപ്പോഴത്തേക്ക് എൻ്റെ ബാക്ക് ബ്രേക്ക് ഒട്ടും പിടിക്കാതായി. അപ്പോൾ അതിൻ്റെ MC കിറ്റൊക്കെ മാറണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഫ്രണ്ട് ബ്രേക്കിനും ഒരു പവർ കുറഞ്ഞു തുടങ്ങി, അവൻ്റെ MC കിറ്റും വാങ്ങും. വൈബ്രയുടെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നതെങ്കിലും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു അല്ലെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ് എൻ്റെ മോഡലിൽ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് തുരുമ്പടിച്ച് പോവുക, അതായത് മറ്റേ ബ്രേക്കിൻ്റെ സിലിണ്ടർ പെട്ടെന്ന് ഓക്സിഡൈസ് ആയാലും തുരുമ്പടിച്ച് പോകുന്നു, ഒരു ഫിനിഷിംഗ് ഇല്ലാതെ വരുന്നു. പിന്നെ ബ്രേക്ക് MC കിറ്റ് ഇടയ്ക്കിടയ്ക്ക് അടിച്ച് പോകുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അതും കൂടെ ഒന്ന് മനസ്സ് വെച്ച് വേണം മാറാൻ. വലിയ വിലയൊന്നുമില്ല, 1300 രൂപ MC കിറ്റ് കിട്ടും. ഫ്രണ്ടിലാണെങ്കിലും 350 രൂപയ്ക്കുള്ള MC കിറ്റ് കിട്ടും. അങ്ങനത്തെ ഒക്കെ ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്ത് നമുക്ക് സ്വസ്ഥമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ വണ്ടിയെക്കുറിച്ച് പറയുവാണെങ്കിൽ അതും കൂടെ പറഞ്ഞേക്കാം. വണ്ടിയെക്കുറിച്ച് പറയുന്നത് മുടിഞ്ഞ പവറാണ്, മുടിഞ്ഞ ടോർക്കാണ്, നല്ല ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. നിങ്ങൾക്ക് ഏത് ഗിയറിൽ വേണമെങ്കിൽ കൈ കൊടുത്താൽ വണ്ടി വലിച്ചുകൊണ്ട് പോകും. നല്ല ട്രെയിൻ പോകുന്ന പോലെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോക്കുണ്ട്. അതൊക്കെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് വേറെ കരീസ്മയിലൊന്നും ആ ഒരു ടോർക്കിന്റെ കളി മനസ്സിലാവത്തില്ല. കരീസ്മ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ചാടിപ്പോകുമെങ്കിൽ ഇത് നല്ല ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീലാണ് 220 തരുന്നത് എഞ്ചിൻ വൈസ്. പിന്നെ റിഫൈൻഡ് ആണോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത റിഫൈൻമെന്റ് ആയിരുന്നു. അത് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അത്ര അസഹനീയമായ റിഫൈൻമെന്റ് പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. റിഫൈൻമെന്റ് പറയുകയാണെങ്കിൽ നമ്മൾ ആ കാലത്തെ അപ്പാച്ചി RT 180 ഓടിച്ചവർക്കറിയാം എന്താണ് റിഫൈൻമെന്റ് എന്ന്. ആ വണ്ടി 60 കഴിഞ്ഞാൽ പിന്നെ മുടിഞ്ഞ വൈബ്രേഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും 220ക്ക് ഇല്ലായിരുന്നു. എത്ര കിലോമീറ്റർ വേണം നിങ്ങൾക്ക് സമാധാനമായിട്ട് ഓടിച്ചു പോവാം. പിന്നെന്തോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. തുരുമ്പ്, ഈ പ്രശ്നങ്ങൾ. പിന്നെ എനിക്ക് ടാങ്കിൽ തുരുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയറിംഗ് കിറ്റിന്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കോയിലടിച്ച് പോയിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് മൊത്തത്തിൽ ഒരു പഴഞ്ചൻ അവസ്ഥ, അല്ലെങ്കിൽ 10 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും വണ്ടിക്ക് നല്ലോണം ഏജ് പറയുന്ന രീതിയിലോട്ടൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കംപ്ലൈൻറ്റ്സ് ഒഴിച്ചാൽ എ വെൽ ബിൽഡ് ആൻഡ് വെരി റീസണബിൾ പ്രൈസ്ഡ് മോട്ടോർ സൈക്കിൾ ആണ് 220. പിന്നെ ഹാൻഡ്ലിംഗ് ഒന്നും വലുതായിട്ട് പ്രതീക്ഷിക്കില്ല. നമ്മളിപ്പോഴത്തെ ഡെൽറ്റ ബോക്സ് R15ന്റെ അല്ലെങ്കിൽ ഹോണ്ടയുടെ ഡയമണ്ട് ഫ്രെയിം ആണെങ്കിൽ പോലും അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് നല്ല ക്വിക്കായിട്ടുള്ള വളവുകളൊന്നും 220 എടുക്കത്തില്ല. അന്നും എടുക്കത്തില്ല, ഇന്നും എടുക്കത്തില്ല. അതിന്റെ ഷാസിസ് ഒരുമാതിരി എന്താ പറയണ്ടേ, നമ്മുടെ ക്രാഡൽ ഫ്രെയിംസ് ആണ് അതിന്റെ ഉപയോഗിച്ചേക്കുന്നത്. ക്രാഡൽ ഫ്രെയിംസ് എപ്പോഴും അവഞ്ചർ പോലത്തെ ലോങ് ടൈപ്പ് ബൈക്കുകൾക്കാണ് ക്രാഡൽ ഫ്രെയിം എപ്പോഴും നല്ലത്. അതായത് സ്പോർട്സ് ബൈക്കിന് ചേരുന്നതല്ല ക്രാഡൽ ഫ്രെയിം. അപ്പം അതിന്റെ ആ ഫ്രെയിമിന്റെ ഒരു പ്രശ്നം പണ്ട് തൊട്ടേ കാണിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കൂട്ടി വളവൊക്കെ വളച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നേരെ പോകും, വളയ്ക്കാൻ പാടാണ്. അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഒഴിച്ചാൽ 220 ഈസ് കുഴപ്പമില്ലാത്തൊരു ബൈക്കായിട്ട് തന്നെ പറയാം.